ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നെ നമ്മളെ നോട്ട് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഫസ്റ്റ് സെക്ഷനാണ്. ഫസ്റ്റ് സെക്ഷനിൽ ഒരു സെക്ഷൻ ഞാൻ മിസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ക്ലാസ്സുകളിലേക്ക് ഞാൻ പോയത്. അത് പർപ്പസായിട്ട് തന്നെ കളഞ്ഞതാണ്. കാരണം അത് ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ്. ആക്ച്വലി അതൊരു തിയറി പാർട്ടാണ്. തിയറി പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറൻസിയേഷൻ്റെ ഐഡിയ. ഇപ്പോൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഒരു പ്രൂഫ് എഴുതിയ സമയത്ത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ലിമിറ്റാണ്. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിനെ ഡെറിവേറ്റീവ്. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ അതൊരു ലിമിറ്റിംഗ് കേസാണ്. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് നമ്മുടെ ഈ ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം അതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായത്, കാരണം അതൊരു ഫസ്റ്റ് സെക്ഷനും കൂടെ ആയതുകൊണ്ട് ചിലപ്പം ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന്, അതായത് ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നുപയോഗിച്ച് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഒരു ക്വസ്റ്റ്യൻ പോലും നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളത് ട്രൈ പോലും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം അതിൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഡെറിവേറ്റീവ് f'(x) ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ലിമിറ്റാണ്. നിങ്ങൾ തൽക്കാലം ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ലിമിറ്റ് x ടെൻസ് ടു 0, ഡെൽറ്റ x ടെൻസ് ടു 0. ഡെൽറ്റ x എന്ന് വിളിക്കുക. ഡെൽറ്റ x എന്താണെന്ന് പറയാം. ഡെൽറ്റ x ഇസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, വെരി സ്മോൾ ചേഞ്ച് ഇൻ x എന്ന് വേണമെങ്കിൽ പറയാം. f(x) ഡെൽറ്റ x ഡിവൈഡഡ് ബൈ ഡെൽറ്റ x. ഇതാണ് ഡെറിവേറ്റീവിൻ്റെ നമ്മൾ സാധാരണ ഒരു ഡെഫിനിഷനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ദ ഡെറിവേറ്റീവ് ഓഫ് f എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് dv/dx or f'(x) എന്ന് പറയാം. റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ അതൊരു ജനറലായിട്ടുള്ള ഡെഫിനേഷനാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ലോകത്തുള്ള എല്ലാ ഫംഗ്ഷൻസിനും ഡെറിവേറ്റീവ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ഫംഗ്ഷൻസിനെയും നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബേസിക് ഐഡിയയും കൂടെ തരുന്നതാണ് നമ്മുടെ ഈ ഡെഫിനേഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എന്താ പറയുക ഡിഫറൻഷ്യബിൾ അല്ല, അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സിമ്പിൾ എക്സാമ്പിളാണ് നമ്മുടെ y=mod x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. y=mod x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അറ്റ് x=0 ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. അറ്റ് x=0 ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. കാരണം mod x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഗ്രാഫ് ചെയ്യുകയാണെങ്കിൽ ഇത് x ആക്സിസ്, y ആക്സിസ്, x ആക്സിസ്, ഇത് y ആക്സിസ് ഞാൻ വരയ്ക്കാം. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ്. ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫ് y=mod x. അപ്പോൾ y=mod x-ൻ്റെ ഡെഫിനിഷൻ തന്നെ ഇങ്ങനെയാണ്. y=mod x. mod x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു x if x is positive, is equal to minus x if x is negative. Okay, and clearly it is 0 when x is equal to 0. Okay, അപ്പം ഇത് ഓക്കെ. ഇനി this is y is equal to x, this is y is equal to minus x. അപ്പോൾ mod x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mod x-ൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെൻ y എന്താ പോസിറ്റീവ് സൈഡ്, അതായത് എക്സ് പോസിറ്റീവ് ആവുന്ന സമയത്ത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എക്സ്. അതാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത് ഈ 45 ഡിഗ്രി ലൈൻ. ഇനി y=x വെൻ x is നെഗറ്റീവ്, അതായത് നെഗറ്റീവ് സൈഡിലോട്ട് ദറ്റ് ഈസ് y=-x. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സ് പോസിറ്റീവ് ആവുന്ന സമയത്ത് ഡിഫറൻഷ്യബിൾ ആണ്, ഡെറിവേറ്റീവ് 1 ആണ്. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് -1 ആണ്.
വൈ ഈസ് ഈക്വൽ ടു എക്സിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. പക്ഷേ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്നാണ് പറയുന്നത്. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. അതായത് ആ 0-ൽ നമുക്ക് ഈ ലിമിറ്റ്, ഈ പറഞ്ഞ ലിമിറ്റ് മോഡെക്സിൻ്റെ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് പിന്നെ പ്യൂർലി ഒരു തിയറിയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയും, നമുക്ക് കുറച്ചും കൂടി ജോമെട്രിക്കലായിട്ട് സംസാരിക്കാം. നമ്മൾ ഫിസിക്സ് കെമിസ്ട്രിക്കാരാകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി ജോമെട്രിക്കലായിട്ട് സംസാരിക്കാം. ഒരു ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഫംഗ്ഷൻ കർവ് ആ പോയിൻറ്റിൽ സ്മൂത്ത് അല്ല എന്നർത്ഥം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ട മോഡെക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആ 0-ൽ അതിനൊരു ഷാർപ്പ് എഡ്ജാണുള്ളത്. സോ അറ്റ് ദാറ്റ് പോയിൻറ്റ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അത് ആക്ച്വലി ഒരു കണ്ടിന്യൂസ് കർവ് ആണെങ്കിൽ പോലും അതിനൊരു ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്കവിടെ നമുക്ക് ആ ഡെറിവേറ്റീവ് കിട്ടുന്ന ആളെ കൊണ്ട് നമുക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു കർവ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു, അപ്പം ക്ലിയർലി ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ടിപ്പിൽ എന്ത് ചെയ്യില്ല, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം അത്രയേ ഉള്ളൂ, നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ പോയിൻറ്റിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻറ്റിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാമെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാം, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാം, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. അങ്ങനെ ഇൻഫിനിറ്റ് പോസിബിലിറ്റിയാണ് ഉള്ളത്. അപ്പം ആ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ യുണീക്ക് അല്ലാതെ വരും. അപ്പം അതുകൊണ്ടാണ് ആ പോയിൻറ്റിൽ എന്തില്ലാത്തത്, ഡെറിവേറ്റീവ് ഇല്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഷാർപ്പ് എഡ്ജിനകത്ത് നമ്മളൊരു ഒരു ഇറക്കൽ ബാലൻസ് ചെയ്യുന്ന പോലെയാണ്, ഒത്തിരി ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. ആ ടാൻജൻസ് യുണീക്കല്ല. നമ്മളൊരു കർവ് വരച്ചു കഴിഞ്ഞാൽ ആ കർവിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർവിനെ സംബന്ധിച്ചിടത്തോളം ആ പെർട്ടിക്കുലർ പോയിൻറ്റിൽ ഒരേ ഒരു ടാൻജൻറ്റേ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് അവിടെ ആ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറയും. പക്ഷേ ഈ ഒരു ടിപ്പ് ആ ഒരു ഷാർപ്പ് എഡ്ജിൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടാൻജൻസ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ ആ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ യുണീക്കല്ല. അതുകൊണ്ടാണ് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ആ ഷാർപ്പ് എഡ്ജ് വരുന്ന സമയത്ത് ആ പോയിൻറ്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ജോമെട്രിക്കൽ സെൻസ്. നമുക്ക് ജോമെട്രി ഇത് മതി, നമുക്ക് എൻ്റെ തിയറി പാർട്ടൊന്നും വേണ്ട. അപ്പോൾ എൻ്റെ തിയറി പാർട്ടൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് നമ്മൾ സ്പെഷ്യലായിട്ട് ഡിഫൈൻ ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് സ്പെഷ്യലായിട്ട് ഡിഫൈൻ ചെയ്യണം ലിമിറ്റ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് അതിൻ്റെ ആ പർട്ടിക്കുലർ പോയിൻറ്റിലും ഈക്വൽ ആണെങ്കിലാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇനി ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ വേണം. ബട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0-ൽ നമുക്ക് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യൂല മോഡെക്സിൻ്റെ കേസിൽ. ഓക്കെ, അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പം ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ തൽക്കാലം ഇതാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങളോട് ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അത് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ അതാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇത് സ്പെസിഫിക് ആയിട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ചുമ്മാ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും, d/dx ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം, 2x എന്ന് പറയാൻ നമുക്ക് ധൈര്യമായിട്ട് അറിയാം. പക്ഷേ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇനി ഞാൻ എഴുതുന്ന സ്റ്റെപ്പുകളെല്ലാം എഴുതിയാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ എഴുതണം തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) = x² ആണെന്ന് പറയുക. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതുക, നമ്മളെ നോട്ടിലെല്ലാം എഴുതിയിട്ടുണ്ട്, എഴുതേണ്ട കാര്യങ്ങളൊക്കെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ലെറ്റ് Δx ബി എ സ്മോൾ ചേഞ്ച് ഇൻ എക്സ്. എക്സിലുണ്ടാവുന്ന വളരെ ചെറിയ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ Δx കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാൻ പറ്റും, f(x + Δx) നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എക്സ് കൊടുത്തപ്പോൾ x² ആയി. അങ്ങനെയാണെങ്കിൽ x + Δx എഴുതുമ്പോൾ x + Δx²
ഇപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 0.001 എന്ന് പറയുന്ന ഒരു നമ്പറാണെന്ന് സങ്കല്പിക്കുക. എക്സ് എന്ന് പറയുന്നത് ഒരു 5 ആണെങ്കിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഒരു 5.001 എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും. അത്രയേ ഉള്ളൂ. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് 5.001 എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും. ഒരു സ്മോൾ ചേഞ്ച്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഡെഫിനിഷനിലുള്ള ഈ ലിമിറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ആ ഡെഫിനിഷൻ വായിക്കുക. ഇപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, അതിനിവിടെ കിട്ടുന്ന വാല്യൂ ഇതാണ്, മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഡെഫിനേഷനാണ് നോക്കുക. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അത് കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കാൻ ഇനി ഡെറിവേറ്റീവിൻ്റെതായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ സിംപ്ലിഫിക്കേഷൻ മാത്രമാണ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 സ്ക്വയർ ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് 2x ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇനി ഇവിടെ പിന്നെ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ ചെയ്യാനുള്ളത് ഒരു ത്രൂ ഔട്ടായിട്ട് ഡെൽറ്റ എക്സ് കൊണ്ടുകൂടെ ഡിവൈഡ് ചെയ്യാനും കൂടെ പറ്റും. അതായത് ഇത് 2 ടൈംസേ മുകളിലുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, 2x പ്ലസ് ഡെൽറ്റ എക്സ് എന്നെഴുതാൻ പറ്റും. 2x പ്ലസ് ഡെൽറ്റ എക്സ്. കാരണം 2x ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എക്സ് വെട്ടിപ്പോയിട്ട് നമുക്ക് 2x കിട്ടും. ഇനി ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? 2x പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഓക്കെ. ഇനി ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അപ്പോൾ ഫസ്റ്റ് ഈ 2x എന്ന് പറഞ്ഞ നമ്പറിനകത്ത് ഡെൽറ്റ എക്സ് ഇല്ല. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഡെൽറ്റ എക്സ് അതിനെ ബാധിക്കത്തില്ല. പ്ലസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. 2xനകത്ത് ഡെൽറ്റ എക്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 2xനെ ലിമിറ്റ് ബാധിക്കത്തില്ല. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. റീസൺ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് പറയാം ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ദെൻ വാട്ട് ഈസ് ഡെൽറ്റ എക്സ്? അപ്പോൾ എന്താ പറയുന്നത്? ഡെൽറ്റ എക്സ് ഓൾസോ ടെൻസ് ടു 0 അല്ലേ? അപ്പോൾ അത് ആ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ലിമിറ്റിൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. when delta x tends to 0, when delta x tends to 0, what happens to this delta x? അപ്പോൾ ഇവിടെ രണ്ടുപേരും ഡെൽറ്റ എക്സ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ദെൻ വാട്ട് ഹാപ്പൻസ് ടു ഡെൽറ്റ എക്സ്? ഇപ്പോൾ ലിമിറ്റിൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് ഡെൽറ്റ എക്സിനെ അങ്ങ് മാറ്റാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ഇതിനെക്കുറിച്ച് പറയാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് ഞാൻ പറഞ്ഞു വിചാരിച്ചു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? വെൻ എക്സ് ടെൻസ് ടു എ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എ. ഇതാണ് ഇതിൻ്റെ ലിറ്റററി മീനിങ്. അതായത് നമ്മളിവിടെ ഈക്വൽ സിമ്പിൾ ഇടുമെങ്കിലും ആക്ച്വലി അത് നമ്മുടെ എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഈക്വൽ സിമ്പിൾ അല്ല. ദാറ്റ് ഈസ് എ നൊട്ടേഷൻ. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എ എന്ന് പറഞ്ഞ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. വെൻ എക്സ് ടെൻസ് ടു എ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓൾസോ ടെൻസ് ടു എഫ് ഓഫ് എ എന്നാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഇവിടെ ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ എന്താണ് നമ്മളിവിടെ വായിക്കേണ്ടത്? വെൻ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് വീണ്ടും ഡെൽറ്റ എക്സ് ആണ്.
എഫ് ഓഫ് എയുടെ സ്ഥാനത്ത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ എക്സ് ഈസ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ഡെൽറ്റ എക്സ്? സോ ഡെൽറ്റ എക്സ് ഈസ് ഓൾസോ ടെൻസ് ടു 0. ഇവിടെ തന്നെ പറഞ്ഞിരിക്കുകയല്ലേ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ഡെൽറ്റ എക്സ്? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എഴുതാൻ പറ്റുന്ന ആളെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഇവിടെ എഴുതാൻ പറ്റുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ ദാറ്റ് ഈസ് ദ റിസൾട്ട്. അപ്പോൾ ഇത് അങ്ങനെയാണ് ഇത് എന്തായിട്ട് മാറിയത്? 0 ആയിട്ട് മാറിയത്. സോ ദിസ് ഈസ് +0. അപ്പോൾ അതാണ് നമ്മുടെ ലിമിറ്റിംഗ് ഐഡിയ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ലിമിറ്റ്, ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു. സോ ദ ലിമിറ്റ് എക്സിസ്റ്റ്. നമ്മളൊരു ലിമിറ്റാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ദിസ് ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ഈസ് ഈക്വൽ ടു 2x. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്താൽ നമുക്കെന്ത് പറയാം? ഈ ലെഫ്റ്റ് സൈഡിനെ നമുക്ക് f' എന്ന് വിളിക്കാം. സോ വി ക്യാൻ സേ ദാറ്റ് അതിൻ്റെ നൊട്ടേഷനാണ് f' എന്നോ അല്ലെങ്കിൽ x² ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് 2x, അല്ലെങ്കിൽ f' ഈസ് ഈക്വൽ ടു 2x. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് 2x ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിട്ട്, അല്ലെങ്കിൽ എക്സ് ലിമിറ്റ് എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ f' എന്ന് നമുക്ക് വിളിക്കാൻ പറ്റിയത്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തൊരു കേസിലാണ് അവിടെ സംഭവിച്ചതെങ്കിൽ നമുക്ക് f' എന്ന് വിളിക്കാൻ പറ്റില്ല. ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നേ പറയാൻ പറ്റും. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള എല്ലാവരെയും ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഞാൻ എക്സ്ട്രാ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സസൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച്. ഇനി സൈൻ എക്സിൻ്റെ ഒരു കേസും കൂടെ ചെയ്യാം. f(x) ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. ഇതും അതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ സൈൻ എക്സിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഒരു അഡീഷണൽ നമ്മളൊരു ഒരു ട്രിഗണോമെട്രിക് ഫോമുല കൂടെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കേസിലാണെങ്കിൽ നമ്മുടെ ലിമിറ്റ്, നേരത്തെ പറഞ്ഞ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൈൻ f(x) ഇതാണ്. അപ്പോൾ f(x) പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് ഫർദറായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ട്രിഗ്നോമെട്രിയുടെ ആ ഒരു ഫോമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അതായത് സൈൻ എ മൈനസ് സൈൻ ബി എന്നുള്ള ഫോമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്ന ഫോമുല, സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്ന ഫോമുല നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ സൈൻ എ മൈനസ് സൈൻ ബി ചെയ്യുന്നത് എങ്ങനെയാണ്? 2 cos a plus b by 2 into sin a plus b by 2. അപ്പോൾ ഈ ഫോമുല യൂസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ഫർദർ സിംപ്ലിഫിക്കേഷൻ പറ്റൂ. അപ്പോൾ ഇനി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇതിന് ഇതേപോലെ തന്നെ സൈൻ എ പ്ലസ് ബി സൈൻ എ പ്ലസ് സൈൻ ബി, അതുപോലെ കോസ് എ പ്ലസ് കോസ് ബി, കോസ് എ മൈനസ് കോസ് ബി, ഇത്രയും ഫോമുല കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇത്രയും ഫോമുല കൂടെ നിങ്ങളുടെ പഴയ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ, അല്ലെങ്കിൽ ഇപ്പം ഈ ഫോമുലയ്ക്ക് വേണ്ടി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തപ്പേണ്ട കാര്യമില്ല. നിങ്ങൾ ചുമ്മാ ജസ്റ്റ് ഗൂഗിളിൽ സൈൻ എ മൈനസ് സൈൻ ബി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇഷ്ടംപോലെ അതിൻ്റെ ഇമേജ് റിസൾട്ടുകൾ എടുത്താൽ തന്നെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ ഈ ഫോമുലയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് ഗൂഗിൾ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ പിന്നെ പഴയ മാത്സ് ബുക്കിനകത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 ഫോമുലയും റെഡിയാക്കി വെച്ചേക്കണം. നമുക്ക് പല സ്ഥലത്തും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിഫറൻസിയേഷനകത്ത് ഒരു സ്ഥലത്ത് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളല്ല, നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനത് യൂസ് ചെയ്യാതെ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഏതോ ഒരു ഫ്രണ്ട്സ് അത് വെച്ച് എനിക്ക് തോന്നുന്നു പാരാമെട്രിക് ഡിഫറൻസിയേഷൻ സിംപ്ലിഫൈ ചെയ്ത സമയത്ത് നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ ആ ഫോമുല നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സൈൻ എ മൈനസ് സൈൻ ബി എന്നുള്ള ഫോമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തത് 2 cos എ പ്ലസ് ബി ബൈ 2 എന്നാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സും
പ്ലസ് എക്സ് എന്നാണ്. അപ്പോൾ നമുക്കവിടെ കിട്ടുന്നത് 2x എക്സ് പ്ലസ് എക്സ് എന്നാണ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇൻറ്റു അടുത്ത ആൾ സൈനാണ്. ഇനി അതിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഡെൽറ്റ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ കിട്ടുന്നത് ഈ ഒരു ഫോമുലയ്ക്കകത്തു നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഫോമുല ഞാൻ തൽക്കാലം മായ്ക്കാം, അല്ലെങ്കിൽ ഫോമുല ഞാൻ ഇപ്പം മായ്ച്ചേക്കാം. ഫോമുല മായ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോമുല എഴുതണമെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ഫോമുല ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചേക്കുക. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരും. അത് എനിക്കൊരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ മാറും. cos 2x പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ 2. അല്ലെങ്കിൽ വേണ്ട ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ അതിനകത്ത് ചെയ്യാം. ഒരു സ്റ്റെപ്പ് കൂടെ അതിനകത്ത് ചെയ്യാം. ആ ബ്രാക്കറ്റിനകത്ത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ 2 എന്നൂടെ എഴുതാം. ഇത് മനസ്സിലാവുമല്ലോ. ഞാനവിടെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് സൈൻ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ 2 എന്നും ഡിവൈഡഡ് ബൈ ഈ ഡെൽറ്റ എക്സ് ഉണ്ട് അവിടെ, ഈ 2 ഡെൽറ്റ എക്സിൻ്റെ താഴെ കൊണ്ടുവരും. ഈ സ്റ്റെപ്പ് മനസ്സിലായോ ഇല്ലയെന്ന് നിങ്ങൾ പറയണം. അത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ക്ലിയർ ആവും. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്തിനു വേണ്ടിയാണ് അത് ചെയ്തതെന്ന് മനസ്സിലാവും. അപ്പോൾ cos എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കൊണ്ട് 2x ബൈ 2 അതാണ് എക്സ് ആയിട്ട് മാറിയത്. ഡെൽറ്റ എക്സ് ബൈ 2 അത് എഴുതിയിട്ടുണ്ട്. മറ്റേ ഈ 2നെ ഞാൻ പർപ്പസ് ആയിട്ട് ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു. ഓക്കെ, ഇനി ഈ രണ്ട് പേരിലും നേരത്തെ കേസ് പോലെയല്ല, ഇവിടെ രണ്ട് ക്വാണ്ടിറ്റിക്കും ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് പേർക്കും ഈക്വലായിട്ട് തന്നെ ഈ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് ഇതിനെ ഇങ്ങനെ ചെയ്യാം. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 cos എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 sin ഡെൽറ്റ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ 2. ഡെൽറ്റ എക്സ് ബൈ 2. അപ്പോൾ ഇതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ പാർട്ട് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡെൽറ്റ എക്സ് ബൈ 2 0 പോകും. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ഈ ക്വാണ്ടിറ്റി എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഇനി അടുത്തത് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ കേസിൽ ഞാനതൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. ആദ്യത്തെ കേസിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇത് cos എക്സ് ആയിട്ട് മാറും. ഓക്കെ, ഇൻറ്റു നെക്സ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാലും ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ 2 ടെൻസ് ടു 0 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. സൈൻ ഡെൽറ്റ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ 2. അപ്പം ഈ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളിങ്ങനെ എഴുതിയാൽ മതി. ഇൻറ്റു ഈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ലിമിറ്റ് ഡെൽറ്റ എക്സ് ബൈ 2 ടെൻസ് ടു 0 സൈൻ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതിയാൽ മതി. സിൻസ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ. സൈൻ തീറ്റ ഇത്തിരി വൃത്തികേടായിപ്പോയി അല്ലേ. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഇതൊരു സ്റ്റാൻഡേർഡ് ലിമിറ്റാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ. ഇത് നമ്മളൊരു സ്ഥലത്ത് ഉപയോഗിക്കുകയും ചെയ്തു. നമ്മുടെ
ഇതിൻ്റെ ഡെറിവേഷനിൽ നമ്മൾ യൂസ് ചെയ്തു സൈൻ തീറ്റ ബൈ തീറ്റ. കാരണം എന്ന് വെച്ചാൽ തീറ്റ വെരി സ്മോൾ നമ്പേഴ്സ് ആകുമ്പം തീറ്റ എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ നമ്പേഴ്സ് ആണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂവും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 1 കിട്ടുന്നത്. ലിമിറ്റ് അല്ലെങ്കിൽ സൈൻ തീറ്റ ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാണ് ലിമിറ്റ്. വെൻ തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. വെൻ തീറ്റ ടെൻസ് ടു 0 ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ബൈ തീറ്റ ഓൾമോസ്റ്റ് ടെൻസ് ടു 1. ഈക്വൽ ടു 1 എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സൈൻ തീറ്റ ബൈ തീറ്റ ഓൾമോസ്റ്റ് ടെൻസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഓൾമോസ്റ്റ് ടെൻസ് ടു തീറ്റ. അപ്പോൾ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ ഈ സൈൻ തീറ്റയുടെയും വാല്യൂ ഈക്വൽ ആവുകയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് 1 ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീറ്റയുടെ പ്ലേസിൽ ഇവിടെ തീറ്റ ബൈ 2 ഞാനിവിടെ സെറ്റ് ചെയ്തതാണ്. തീറ്റയുടെ പ്ലേസിൽ തീറ്റ ബൈ 2 സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു പിക്ചർ വെച്ച് മാത്രമേ നമുക്കിത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കോസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ആക്ച്വലി ഇവിടെ കിട്ടിയത് എന്താ, കോസ് എക്സ് എന്ന് കിട്ടിയത്. അപ്പോൾ ഈ ലിമിറ്റ് കോസ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. സോ അപ്പോൾ ആ ലിമിറ്റ് കോസ് എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് കിട്ടും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് എന്താ പറയാം, അതിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ആണ്. സോ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയാം. അപ്പോൾ ഇതേപോലെ നമുക്ക് കോസ് എക്സിൻ്റെയും ടാൻ എക്സിൻ്റെയും എല്ലാം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് കുറച്ച് സ്റ്റെപ്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കോസ് എക്സിൻ്റെ എഴുതുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെ എഴുതാം. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു മറ്റ് ചില ട്രിഗ്നോമെട്രിക്, അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ട്രിഗ്നോമെട്രിക് ഫോർമുലയല്ലേ എഴുതിയത്, ഇതിൻ്റെ മറ്റ് ഫോർമുലാസൊക്കെ വേണ്ടി വരും കോസ് എക്സ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ഫോർമുലയല്ലേ ഇവിടെ യൂസ് ചെയ്തത്. ഇതിൻ്റെ അടുത്ത ഫോർമുല, അതായത് കോസ് എക്സിൻ്റെ ഡിഫറൻസോ അല്ലെങ്കിൽ സൈൻ്റെ ഡിഫറൻസും അല്ലെങ്കിൽ സൈൻ്റെ സം വേണ്ടി വരും അടുത്തതിന്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അത് അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ വരെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് അറ്റംപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ ഇതിൻ്റെ ലോഗ് എക്സ് ഒക്കെ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ഫൈനൽ ആൻസർ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലിമിറ്റ് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, നമ്മുടെ ജനറൽ ഫോമുല എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു പകുതി മാർക്കോളം നിങ്ങൾക്ക് കിട്ടാനുള്ള വകുപ്പ് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ കുറച്ച് കാൽക്കുലേഷനും കൂടെ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് എന്തായാലും തരുന്ന ഫംഗ്ഷൻ്റെ ഫൈനൽ ആൻസറും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പറഞ്ഞപ്പോൾ 2x കിട്ടി. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പം എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫൈനൽ റിസൾട്ട് എഴുതാൻ പറ്റും. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ പോലും കുറച്ച് ഡാഷ് ഇട്ടിട്ട് ഫൈനൽ റിസൾട്ടെങ്കിലും എഴുതി വെച്ചിട്ടേ നിങ്ങൾ വരാവുള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, എന്നാൽ പോലും നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നൊരു ഐഡിയ ആണ്. നിങ്ങൾ കുറച്ച് സ്റ്റെപ്സ് എഴുതിയിട്ട് അവസാനം നിങ്ങളുടെ ഫൈനൽ ആൻസർ കൂടെ എഴുതിയിട്ടേ വരാവുള്ളൂ. ഓക്കെ, ഞാൻ ചെറിയൊരു തട്ടിപ്പ് വിദ്യ പറഞ്ഞതേ ഉള്ളൂ. മാക്സിമം ട്രൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവസാനം അതിൻ്റെ ഡെറിവേറ്റീവ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഈക്വൽ ടു അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ എഴുതി വെക്കണം. കാരണം ഇതിന് സ്റ്റെപ്പ് മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പകുതി മാർക്ക് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി മാർക്ക് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അതങ്ങനെയാണ്, നമ്മുടെ വാല്യുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് പകുതി മാർക്ക് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പകുതിയെ പ്രതീക്ഷിക്കാവുള്ളൂ, ഫുള്ള് പ്രതീക്ഷിക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ആ ഡിഫറൻസിയേഷൻ്റെ പാർട്ടിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്നാണ്
ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് പേര് ലേറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് പേര് ലേറ്റായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാം നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മതിയെന്ന് തോന്നുന്നു. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്തത് നമ്മുടെ ഇൻ്റഗ്രേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ.